كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടെ അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുഭവിച്ച ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ നിലാവ് കാണുകയാണെങ്കിൽ മറ്റന്നാൾ നോമ്പ് ആരംഭിക്കുകയാണ്. അല്ലെങ്കിൽ മാസം 30 പൂർത്തിയാക്കി പിറ്റേ ദിവസം അഥവാ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങും. എന്തായാലും ഞായറോ തിങ്കളോ ആയിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകളുള്ളൊരു മാസമാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബുസ്താനുൽ വാഴിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മഹാനായ യഅ്ഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 12 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 12 മക്കളെല്ലാം രക്ഷപ്പെടാൻ കാരണം യൂസുഫ് എന്ന് പറയുന്ന ഒരു മോൻ കാരണത്താലായിരുന്നു. തന്റെ സഹോദരങ്ങൾ അസൂയ കൊണ്ട് യൂസുഫിനെ ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് ഇടങ്ങേറാക്കി. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റപ്പോഴും ത്യാഗസുരഭില സൂനമായ ജീവിതം കൊണ്ട് സൃഷ്ടാവിന്റെ പൊരുത്തം വാങ്ങിയ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂസുഫിനെ കൊണ്ടാണ് മറ്റുള്ള മക്കളൊക്കെയും രക്ഷപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസും സൂറത്ത് യൂസുഫ് ഒക്കെ നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അല്ലാമ ഇബ്നു ജൗസിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ സലമത്തിൽ ജുമുഅത്തു സലമത്തിൽ അയ്യാം. വെള്ളിയാഴ്ച ദിവസം ഒരാൾക്ക് ആ വെള്ളിയാഴ്ച ദിവസം ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ ആ വെള്ളിയാഴ്ച ദിവസത്തെ കൊണ്ട് ആ ആഴ്ച മുഴുവനും അയാൾ രക്ഷപ്പെട്ടു. വൈദാ സലമത്ത് റമളാന സലമത്തി സന. ഇതുപോലെ വർഷത്തിലെ മറ്റുള്ള മാസങ്ങള് ആ റമദാൻ മാസം അയാൾ ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കി കഴിഞ്ഞാൽ മറ്റുള്ള റമദാനിലെ മറ്റുള്ള ദിവസങ്ങളൊക്കെ അയാൾ രക്ഷപ്പെടുത്തി എന്ന് മഹാനായ അല്ലാമ ഇബ്നു ജൗസിയ റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുസ്താനുൽ വാഴിദീനിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ജാമിഉൽ സഗീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം സുയൂത്തി ഇമാം പറയുന്നുണ്ട്, റമദാൻ മാസം ആഗതമായി കഴിഞ്ഞാൽ അപ്പോ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ മലക്കുകള് ആ റമദാൻ മാസത്തിൽ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവോട് പറയും, ഹൂറുലിങ്ങൾ പറയും, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക അസ്വാജാ. അല്ലാഹുവേ, വിശുദ്ധമായ റമദാൻ മാസത്തിൽ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റുകൊണ്ട് നിനക്ക് വേണ്ടി നമസ്കരിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ ആളുകളെ ഞങ്ങൾക്ക് നീ ഭാര്യ ഭർത്താക്കന്മാരായി തരണേ റബ്ബേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഇബാദിക അസ്വാജാ. സ്വർഗ്ഗത്തിലെ സ്ത്രീകള് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല. നമ്മൾ പലപ്പോഴും റമദാനിന്റെ 1ാമത്തെ ദിവസം വലിയ ഗൗരവം കൊടുക്കൂല. എന്നാൽ ഏറ്റവും ഗൗരവം കൊടുക്കേണ്ടത് റമദാനിന്റെ 1ാമത്തെ രാവിലെ. പലപ്പോഴും അന്ന് അതിനിപ്പോൾ ഏതായാലും നാളെ ആവട്ടെ, എന്തായാലും 30 ദിവസം ഉണ്ടല്ലോ തറാവീഹ്, അപ്പൊ ഇനി നാളെ മുതൽ തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ദിവസം തറാവീഹിന് നമ്മൾ അധികം ആളുണ്ടാവില്ല.
അല്ലെങ്കിൽ നോമ്പങ്ങടാകുമ്പോൾ നമുക്കൊരു തിരക്കാണ് അല്ലേ. പിന്നെ ഇടയത്താഴത്തിനുള്ള സാധനം വാങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കും. അന്നത്തെ ദിവസം തറാവി നമ്മൾ ശ്രദ്ധിക്കൂല. നിലാവ് കാണും. പെരുന്നാളിൻ്റെ അന്ന് നിലാവ് കാണാൻ എല്ലാവരും ഉണ്ടാവും. നോമ്പാണെന്ന് നിലാവ് കാണാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടാവില്ല. കാരണം പട്ടിണി കിടക്കണ്ടേ നിലാവ് കണ്ട. അപ്പോൾ ഒരു ദിവസം കൂടി വൈകിയാൽ മതി നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനല്ല. ഭൂമിനികളായ ആളുകൾ റമദാൻ മാസം വരാൻ വേണ്ടി കൊതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മുനാഫിക്കീങ്ങളായ ആളുകൾക്ക് റമദാനാകുമ്പോൾ വിഷമമുണ്ടാകുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസമാകുമ്പോൾ നിലാവ് കാണുമ്പോൾ നബി തങ്ങൾ ദുആരക്കുമായിരുന്നു. നമ്മളൊക്കെ ദുആ ചെയ്യേണ്ട ദുആയാണ് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, ഈ നിലാവ് കണ്ട സമയത്ത് അല്ലാഹുവേ, അടുത്ത മാസത്തിലേക്ക് കയറുമ്പോ, പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹുവേ നിന്നോട് ചോദിക്കുകയാണ് ബിൽ അംനി, നിർഭയത്വത്തിന് വേണ്ടിയിട്ട്, വൽ ഈമാനി, ഈമാന് വേണ്ടിയിട്ട് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു, വസ്സലാമത്തി വൽ ഇസ്ലാം, എന്റെ ദീന നീ സംരക്ഷിക്കണേ റബ്ബേ. പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. വൽ ആഫിയ, ആഫിയത്ത് തരണേ റബ്ബേ, ആരോഗ്യം തരണേ റബ്ബേ. പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് കടന്നു വരുമ്പോ ആരോഗ്യം വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. തറാവീഹ് നമസ്കരിക്കണമെങ്കിൽ, നോമ്പ് നോക്കണമെങ്കിൽ, മറ്റുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. അതുകൊണ്ട് നബി തങ്ങൾ ദ്വാരക്കുമായിരുന്നു വൽ ആഫിയ. പിന്നെ വൽ റിസ്ഖിൽ ഹസൻ, നല്ല റിസ്ക് കിട്ടാൻ വേണ്ടി, ഹലാലായ ഭക്ഷണം കിട്ടാൻ വേണ്ടി, ആരോഗ്യം കിട്ടുന്ന രൂപത്തിലുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ ദ്വാരക്കുമായിരുന്നു. വൽ ഖുവ്വ, അതുപോലെ നല്ല ശക്തി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഖുവ്വത്ത് കിട്ടാൻ വേണ്ടി നബി തങ്ങൾ ദ്വാരക്കുമായിരുന്നു. അല സ്വലാത്തി വസ്വിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, നിസ്കരിക്കുവാൻ ധാരാളം നിസ്കരിക്കുവാനും, ധാരാളം നോമ്പ് നോക്കുവാനും, ധാരാളം ഖുർആൻ ഖത്മ് തീർക്കുവാനും എനിക്ക് തൗഫീഖ് ചെയ്യണേ എന്ന് നിലാവ് കാണുമ്പോൾ ദ്വാരക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് നിർത്തിയില്ല ഹബീബായ തങ്ങൾ. അല്ലാഹുമ്മ സല്ലിംനാ റമദാൻ. അല്ലാഹുവേ, ഈ റമദാൻ ഞങ്ങൾക്ക് നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനേ. ഞങ്ങൾക്ക് രക്ഷയാക്കി റമദാൻ നീ നൽകണേ റഹ്മാനേ എന്ന് നബി തങ്ങൾ ദ്വാരക്കുമായിരുന്നു. സല്ലിംഹു മിന്നി ഹത്താ യൻഖദിയാ. ആ പരിശുദ്ധമായ റമദാൻ അനുകൂലമായി നിൽക്കാൻ വേണ്ടിയിട്ട്, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളിൽ പെടാൻ വേണ്ടിയിട്ട് ഹബീബായ നബി തങ്ങള് ഒന്നാമത്തെ ദിവസത്തിന് നിലാവ് കാണുമ്പോൾ ദ്വാരക്കുമായിരുന്നു. തബ്സിറത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് നബി തങ്ങളുടെ ദുആ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റമദാനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കണം. റമദാൻ എന്ന വെറുതെ പട്ടിണി കൊണ്ടുള്ള ഒരു കാര്യമല്ല, വെറുതെ പട്ടിണി കിടക്കുക എന്നുള്ളതല്ല. നോമ്പ് കൊണ്ടുള്ള അൾട്ടിമേറ്റ് ഗോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അൾട്ടിമേറ്റായി അല്ലാഹു അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നമ്മളെ തഖ്വയുള്ളവരാക്കുക എന്നുള്ളതാണ്. അൽ ഖൗഫു മിനല്ലാഹിൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാക്കുക, അതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരായി മാറുക. അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാലോ, മൻ സ്വാമ യൗമൻ മിൻ ശഹരി റമദാൻ, ഒരാൾ റമദാൻ മാസം മുഴുവൻ നോമ്പ് നോറ്റു. എങ്ങനെയാ നോമ്പ് നോറ്റത്? അല്ലാഹുവിന്റെ പൊരുത്തത്തിലാണെങ്കിൽ ഖർജ മിൻ ദുനൂബിഹി കയൗമി വലദതു ഉമ്മുഹു, ഉമ്മ പെറ്റ കുട്ടിയെ പോലെ അയാൾ ആയിത്തീരുന്നതാണ്. ആദിയത്തുൽ മവായിദിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അപ്പോ ഇങ്ങനെയൊക്കെ ആയിത്തീരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോമ്പ് എന്ന് പറഞ്ഞ സാധാരണക്കാരുടെ നോമ്പ്, പല രൂപത്തിലുള്ള നോമ്പുകളുണ്ട്. ഒന്നാമത് ചില ആളുകളുണ്ട്, നബി തങ്ങൾ പറഞ്ഞു, പകല് പട്ടിണി കിടക്കും, വിശപ്പ് സഹിക്കും, പക്ഷേ ആ നോമ്പ് കൊണ്ട് അവർക്കൊരു പ്രയോജനം ഉണ്ടാവൂല. വേറൊരു വിഭാഗം ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാമത് സാധാരണക്കാരായ ആളുകളുടെ നോമ്പ്, അവര് ഖുർആനോതും, നിസ്കരിക്കും, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും, അത്യാവശ്യം ഹറാമുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു നോമ്പ്. മൂന്നാമത്തെ നോമ്പ് എന്ന് പറഞ്ഞാല് പ്രത്യേകക്കാരായ ഒരു വിഭാഗം ആളുകൾ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ അങ്ങേയറ്റം തഖ്വയിലെത്തിയ ആളുകളുടെ നോമ്പാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കറാഹത്തായ സംഭവം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു സമയം പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് അവർ പ്രവർത്തിക്കില്ല. അങ്ങനെയുള്ള ആളുകളുടെ നോമ്പ് അങ്ങോട്ട് നമുക്ക് എത്തിപ്പെടാൻ കുറച്ച് പണിയാ. എന്നാലും ഈ പറഞ്ഞ ആ ഒരു സാധാരണ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോമ്പായി നമ്മുടെ നോമ്പ് മാറണമെങ്കിൽ 6ഓളം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കാൻ. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഹിഫ്ദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കണം. നാവിനെ സൂക്ഷിച്ചാലേ നോമ്പ് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഏറ്റവും പ്രശ്നമുള്ള കാര്യം അതാണല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ അയാൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2 എല്ലില്ലാത്ത അവയവം, ഒന്ന് നാവും മറ്റേത് ജനനേന്ദ്രിയവുമാണ്. 2 എല്ലില്ലാത്ത അവയവം. ആ 2 അവയവങ്ങളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അല്ലാഹു സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരാൾ ഒരു ഹറാമായ കാര്യത്തിൽ നിന്ന് മാറി നിന്ന് അയാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിലാണെന്നറിയോ? ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തർക്കുൽ ഹറാമി വാഹിദിൻ ലില്ലാഹ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ഹറാമായ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് മാറി നിന്നാൽ ഖൈറുൽ ലക മിൻ അൽഫി ഹജ്ജത്തിൻ വ ഉംറ. 1000 ഹജ്ജും 1000 ഉംറയും ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. കുറെ നിസ്കരിക്കുക, കുറെ നോമ്പ് നോക്കുക, അതല്ല ഏറ്റവും വലിയ കാര്യം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട മാതാവിനെയും പ്രിയപ്പെട്ട സഹോദരനെ അടക്കം കുടുംബത്തിലെ പല ആളുകളെയും വെട്ടിക്കൊലപ്പെടുത്തുകയും ഇപ്പോഴും പ്രിയപ്പെട്ടവരെ ചുറ്റിക കൊണ്ടടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെ അടക്കം വളരെ പ്രയാസകരമായ രീതിയിലേക്ക് കൊണ്ടുപോയ സഹോദരൻ, ആ സഹോദരൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവനായിരുന്നു, നോമ്പ് നോക്കുന്നവനായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തഖ്വ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ തഖ്വ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുപോലെയുള്ള ഒരു പാതകം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഇത് നമ്മുടെയൊക്കെ പ്രശ്നതാണ്. എല്ലാവരും പഴയ കാലത്തെക്കാളും ഒരു നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മറ്റുള്ള കാര്യമുണ്ട്. പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഇന്നത്തെ മുഅ്മിനീങ്ങളായ ആളുകൾ, വിശ്വാസികൾക്ക് എന്ന് പറയുന്നവർക്ക് സാധിക്കുന്നില്ല. അതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നോമ്പ് അള്ളാഹു നമുക്ക് നൽകുന്നത്. കാരണം നമ്മൾ നോമ്പ് നോക്കുന്നു, പട്ടിണി കിടക്കുന്നു, പക്ഷേ നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നില്ല. ആദ്യമായി സൂക്ഷിക്കേണ്ടത് ഹറാമുകളിൽ നിന്നാണ്. ഒന്നാമത് ഇമാം ഗസാലി പറയുന്നു, നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക. മൻ മല ഐനൈഹി മിൻ ഹറാമിൻ മല അല്ലാഹു ഐനൈഹി മിനൻ നാർ. നിന്റെ നരകത്തിൽ നിന്നോ നീ ഹറാമുകളിൽ നിന്ന് നിന്റെ കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ തീയിനെ കൊണ്ട് നിന്റെ കണ്ണുകളെ നശിപ്പിച്ച് കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നോമ്പ് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഒന്നാമത് പറഞ്ഞ നാവ്, രണ്ടാമത്തേത് നമ്മുടെ കണ്ണുകള് വളരെ സൂക്ഷിക്കുക. നാവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറഞ്ഞ സമയമാണല്ലോ ഉള്ളത്. നാവിനെ കൊണ്ടുകൊണ്ട് ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഈബത്ത്, നമീമത്ത് പറയാൻ മാത്രമല്ല, മറ്റു കാര്യങ്ങൾ, ഭൗതികമായ സംസാരങ്ങളൊക്കെ നമ്മൾ റമദാൻ മാസത്തിൽ സൂക്ഷിക്കുക. അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കണ്ണിനെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ അല്ലെ, നമ്മളറിയാതെ ഹറാമിലേക്ക് നമ്മൾ പോകും. ഫേസ്ബുക്ക് ഉപയോഗം, മറ്റുള്ള ഉപയോഗങ്ങളൊക്കെ റമദാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. കാരണം നമുക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുന്നവന് ചിലപ്പോൾ തഖ്വ കുറവായിരിക്കും. അവൻ ഏത് തരത്തിലുള്ള മെസ്സേജുകളാണ്, ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നമുക്ക് അയക്കാമെന്ന് പറയാൻ പറ്റില്ല. നമ്മളത് ഓൺ ചെയ്ത് നോക്കുമ്പോൾ ഹറാമ് കാണും. അനാവശ്യമായ കാളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അപ്പോ നാവിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ കണ്ണിനെ സൂക്ഷിക്കുക. ഒരാൾ റമദാൻ മാസത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അഹ്ബത്തല്ലാഹു അമല സനത്തിൻ, ഒരു വർഷത്തെ തെറ്റ്, ഒരു വർഷം അയാൾ തിന്മകൾ ചെയ്തതുപോലെയാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു വർഷത്തെ നന്മകൾ എന്ത് ചെയ്യും? അഹ്ബത്തല്ലാഹു അമല സനത്തിൻ, ഒരു വർഷത്തെ അമലിനെ അല്ലാഹു നശിപ്പിച്ച് കളയുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഒരു വർഷം ചെയ്ത സൽക്കർമ്മങ്ങൾ പോകാൻ റമദാൻ മാസത്തിൽ തെറ്റ് ചെയ്താൽ, അങ്ങനെയാണല്ലോ ഹറമിൽ പോയി തെറ്റ് ചെയ്താൽ സാധാരണ തെറ്റ് ചെയ്യുന്ന പോലെയല്ല. ഹജ്ജിന് പോയിട്ട് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഗൗരവമാണ്. അതേപോലെയാണ് റമദാൻ മാസത്തിൽ നമ്മൾ വളരെ നന്നായി സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം.
അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഹിഫ്ളുൽ ഉദ്ൻ, നിന്റെ ചെവിയെ സൂക്ഷിക്കുക, കാതിനെ സൂക്ഷിക്കുക. ചിലപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ടൗണിലൊക്കെ പോയി വെറുതെ ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ അടുത്ത് വെറുതെ നിന്നാൽ മതി, അവരെങ്ങനെ തുടങ്ങും കുറ്റം, ഒരാളുടെ കുറ്റം തുടങ്ങും, പിന്നെ എങ്ങനെ തുടങ്ങി കുറ്റം പറയാനായിട്ട് ജനിക്കപ്പെട്ട കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ അടുക്കൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയണ്ട, അല്ലാതെ തന്നെ നമ്മുടെ തെറ്റിലേക്ക് വഴിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽ മുഖ്താബു വൽ മുസ്തമഉ ശരീകാനി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈബത്ത് പറഞ്ഞോ മാത്രമല്ല, അത് കേട്ടവനും അതിൽ തുല്യരാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം ശിഹാബുദ്ദീൻ സുഹ്രി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വലിയ മഹാത്മാക്കൾ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കാതിൽ തുണി തിരികെ വെക്കുമായിരുന്നു, പഞ്ഞി തിരികെ വെക്കുമായിരുന്നു, ഹറാമ് കേൾക്കാതിരിക്കാൻ. മറ്റുള്ളവരുടെ ഈബത്തും നമീമത്തും പറയുന്ന ആളുകളുടെ അടുക്കലേക്ക് പോകുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മഹാനായ ശുഅബ് ഇമാമിനെ പോലെയുള്ള മഹാത്മാക്കൾ ചെവിയിൽ തിരുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഹെഡ്ഫോൺ കയറ്റി വെക്കും, അത് ഹറാമ് കേൾക്കാതിരിക്കാനല്ല, നമ്മൾ അതിലൂടെ ഹറാമ് കേൾക്കാൻ വേണ്ടിയാ, കേൾക്കാതിരിക്കാനല്ല, കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ തിരികെ കയറ്റുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, റമദാൻ മാസമാകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നോമ്പ് കിട്ടുകയുള്ളൂ എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാത്മാക്കൾ പറയുമായിരുന്നു, ഞാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേട്ടതിന് ശേഷം, ഈബത്തിനെ പറ്റിയുള്ള അത് കേൾക്കുന്ന ഹദീസ് കേട്ടതിന് ശേഷം, അത് കേൾക്കുന്ന ആളും തുല്യനാണ് എന്ന് കേട്ടതിന് ശേഷം, പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിട്ടില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരുടെയൊക്കെ ആ സൂക്ഷ്മതയിലേക്ക് നമ്മൾ എത്തിത്തീരണം. റമദാൻ മാസത്തെങ്കിലും നമ്മൾ സൂക്ഷിച്ചാലേ നമുക്ക് ആ നോമ്പ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അടുത്തതായി പറയുന്നത്, നിന്റെ മറ്റുള്ള അവയവങ്ങളെ നിന്റെ മറ്റുള്ള അവയവങ്ങളെ കൂടിയിട്ട് എന്ത് ചെയ്യുക, തെറ്റിൽ നിന്നുകൊണ്ട് നീ സൂക്ഷിക്കുക എന്ന് മഹാനവറുകൾ പറയുകയാണ്. ഗസാലിമ കണ്ണും ചെവിയും നാവും മാത്രമല്ല, കയ്യ്, കാല്, അതുപോലെ മറ്റുള്ള ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഹറാമിൽ നിന്നുകൊണ്ട് നീ സൂക്ഷിക്കുക. എന്നാലേ നിനക്ക് പരിശുദ്ധമായ റമദാനിന്റെ ആ നോമ്പിന്റെ ആ യഥാർത്ഥ ലദ്ദത്ത് നിനക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഗസാലി ഇമാം പറയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. സാധാരണ നമ്മൾ റമദാൻ മാസമാകുമ്പോൾ നോമ്പ് തുറപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ നോമ്പിന് തത്തുല്യമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എത്ര പ്രതിഫലം നമുക്ക് കിട്ടും? പള്ളിയിൽ വരുന്ന സമയത്ത് ഒരു 100 ആള്, 200 ആള്, 300 ആൾ അവരൊക്കെ നോമ്പ് തുറപ്പിച്ചാൽ അത്രയും കൂലി നമുക്ക് കിട്ടുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായി തന്നെ നോമ്പ് തുറപ്പിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിലേക്ക് കാര്യമായിട്ട് തന്നെ ആ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് അത് ഏറ്റെടുക്കുക, ഓരോ ദിവസവും നോമ്പ് ഉറപ്പിക്കുക. അതുപോലെ നമ്മുടെ ടൗൺ പള്ളിയാണല്ലോ, പല യാത്രക്കാരായ ആളുകളൊക്കെ വരും. കഴിഞ്ഞ റമദാൻ തന്നെ എന്നോട് അവരോട് ചോദിച്ചു, ഉസ്താദ് എന്ന് ഭക്ഷണം ഉണ്ടോ? ഭക്ഷണം ഇല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ചെറിയൊരു പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ മിക്ക ദിവസവും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ വരുന്ന ഈ റമദാൻ കഴിയുന്ന രൂപം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾക്ക് നല്ല ഉഷാറായി തന്നെ ആ വിഷയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ വിഷയത്തിൽ നന്നായിട്ട് സഹകരിക്കുക. നമുക്ക് 30 ദിവസവും ഭക്ഷണത്തോടു കൂടി തന്നെ സാധാരണ തരിക്കഞ്ഞിയും മറ്റും കൊടുക്കാറുണ്ട്. അപ്പോൾ ഭക്ഷണത്തോടു കൂടി തന്നെ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു ഹൈറാണ്, പല ആളുകൾക്ക് ഉപകരിക്കും. യാത്രക്കാർ, രോഗികൾ, ഹോസ്പിറ്റലും മറ്റൊക്കെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പലർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കസേര ഒക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത്തവണ നമ്മൾ കസേര വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനൊരു ഏകദേശം ഒരു 500 രൂപ വെച്ച്, കാരണം ഇപ്പോൾ നമ്മളൊരു പിരിവ് നടത്തി കഴിഞ്ഞാൽ കിട്ടും. പല ആളുകളും പറയും 10,000 20,000 ഒക്കെ ഓഫർ ചെയ്യും, പക്ഷെ എല്ലാവരും അതിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു കസേര 500 രൂപ വെച്ചിട്ട്, ഇനി അല്ലെങ്കിൽ ഇപ്പോൾ 1000 കൊടുക്കാൻ കഴിയുന്നവരോ അങ്ങനെ, അല്ലെങ്കിൽ 200 100 എത്ര കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് കഴിയുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ നോമ്പുറപ്പിക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം. അപ്പോൾ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ, നമ്മുടെ പരിപാലന സമിതി അംഗങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ ആ വിഷയത്തിലൊക്കെ കാര്യമായി സഹകരിക്കണമെന്ന് ഉണർത്താണ്. കുക്കണ കിണറ്റിൽ വെള്ളം ഉണ്ടാകുമെന്ന് പറഞ്ഞ പോലെ
നമ്മൾ കൊടുക്കുമ്പോൾ ആ സ്വതക്കത്ത് റുദ്ദുൽ ബല അള്ളാഹു തരും, അതിന് സംശയമില്ല. ആപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു താല നമ്മളെ കാത്തുരക്ഷിക്കും. അള്ളാഹു താല കാത്തുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ നോമ്പ് പൂർണ്ണമാകണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അതേപോലെ നോമ്പ് തുറക്കുന്ന സമയം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു സമയമാണ്. നോമ്പ് തുറക്കുമ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയിൽ നമ്മൾ തസ്ബീഹ് ചെല്ലാറുണ്ട്, കൂട്ടമായി തസ്ബീഹ് ചൊല്ലി ദുആയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് വളരെ ഭക്തിയോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെ നീ തേടിയിട്ട് ഹലാലായ വസ്തു കൊണ്ടായിരിക്കണം നോമ്പ് തുറക്കേണ്ടത്. ഇമാം ഗസാലി പറയാ, നോമ്പ് പള്ളിയിൽ തുറപ്പിക്കുന്ന ആളുകളാണെങ്കിലും ഹലാലായ ഭക്ഷണം, നിന്റെ മുതൽ മുഴുവൻ പലിശയുടെ മുതലാണെങ്കിൽ നോമ്പ് തുറപ്പിക്കണ്ട. എന്തിനാ അത്ര ആൾക്കാരെ ഹറാമ് തീറ്റേണ്ടത്? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. അപ്പൊ ഹലാലായ മുതൽ കൊണ്ട്, ഞാനൊരു ദിവസം റമദാൻ മാസത്തിന് ഒരു സഹോദരൻ നോമ്പുറയിലൊന്നും പങ്കെടുക്കില്ല, അദ്ദേഹം ഒറ്റക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തുറക്കും. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അതിൽ പങ്കെടുക്കാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഉസ്താദേ നമുക്കറിയില്ലല്ലോ ആരുടെയൊക്കെ മുതലാണ്, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹറാമ് കലരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അത്ര സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ കൊടുക്കുന്ന ആ പൈസക്ക് പരിപൂർണമായും ഹലാലായ പൈസയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഗസാലി ഇമാം പറയാണ്, അത് നീ ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പാപമോചനം നടത്തിയിട്ട് അള്ളാഹു എൻ്റെ നോമ്പ് സ്വീകരിക്കണേ എന്ന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഇമാം ഗസാലി പറയുകയാണ്. അങ്ങനെ ഈ 6 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്ക് നെഫുണ്ടാവും, നമുക്ക് തഖ്വയുണ്ടാകും. അല്ലെങ്കിലോ വെറുതെ പട്ടിണി മാത്രമായിട്ട് മാറും. ചിലപ്പോൾ കൊളസ്ട്രോൾ കുറയും, അല്ലെങ്കിലോ വേറെ എന്തെങ്കിലുമൊക്കെ കുറയും. അതല്ലാതെ നമുക്ക് അതുകൊണ്ടുള്ള യഥാർത്ഥ ആത്മീയമായ ഗുണം നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നോമ്പ് തുറയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായി തന്നെ ശ്രദ്ധിക്കുക. തറാവീഹ് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജീവിത കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നടത്തിയപ്പോൾ സഹാബത്ത് കൂട്ടമായിട്ട് അങ്ങ് വന്നു. അപ്പം നബി തങ്ങൾ അത് ഫർലാക്കുമോ എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു. നബി തങ്ങൾ പിന്നെ അത് വലിയ പ്രോത്സാഹനം കൊടുത്തില്ല. കാരണം അത്രയും ആളുകൾ അങ്ങ് പള്ളിയിൽ നിറഞ്ഞു. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആ നബി തങ്ങൾ തുടങ്ങി വെച്ച ആ നമസ്കാരം ഉമർ റളിയല്ലാഹു അൻഹു അത് നമസ്കാരം വീണ്ടും പുനരാരംഭിക്കുന്നു. ഇന്നും മക്കത്തും മദീനത്തും ഒക്കെ 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുകയാണ്. വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് തറാവീഹിന് ശേഷമൊക്കെ ഒരു 5 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നസീഹത്ത് ഉണ്ടാകും. മസലകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് റമദാൻ പഠന ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ.